എല്ലാ കഥകൾക്ക് പിന്നിലും വേദന ഉണ്ടാവണമെന്നില്ല. എന്നാൽ എല്ലാ വേദനയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ടാവും. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും. പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. ഇങ്ങോട്ട് ഇല്ലാത്തതൊന്നും അങ്ങോട്ട് നൽകുന്തോറും അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മളും മാറണം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹം ഉള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ക്ഷമിക്കുന്നവരെ ഒരിക്കലും ഭീരുക്കളായി കണക്കാക്കരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വേദനകൾക്ക് മുന്നിൽ നമ്മൾ എന്നും തനിച്ചാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നു പോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായും പങ്കുവെക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒരു വ്യക്തിയുടെ രൂപത്തേക്കാൾ ആകർഷണമാകുന്നത് അവരുടെ സ്നേഹം, ബഹുമാനം, സത്യസന്ധത, വിശ്വസ്തത എന്നിവയാണ്. സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നമ്മുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം. എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ. ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണമെന്ന വാശി. മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയിരിക്കും. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു തവണ വിജയിച്ചവരേക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. പലരും കടന്നു വരും, തളർത്തും വളർത്തും. ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ്. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. നിങ്ങൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ
അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ.